അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ജിമ്മിൽ നിന്ന് വന്ന ഉടനെ പാല് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് എഗ്ഗ് വേവിക്കാൻ വെച്ചത് കേട്ടോ. ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. പിന്നീടാണ് പാല് വന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ചായയും കൂടി വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചായ ഇതാ ഇങ്ങനെ ഉണ്ടാക്കാറ്, വെറും പാലിലല്ല കേട്ടോ ഉണ്ടാക്കാറ്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ പാലാണ് കേട്ടോ ഞാൻ ഒഴിക്കാറുള്ളത്. പിന്നെ ഇതാ ചായപ്പൊടി ഇട്ട് പഞ്ചസാര ഇട്ട് തിളപ്പിച്ചെടുക്കണം. ആ ഒരു ടിക്കേഷൻ ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇന്നത്തെ സ്പെഷ്യലിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ നന്നാക്കിയിട്ടെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അവിടെ ഉണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മേടിക്കാറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. മേടിക്കണത് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. ഞാനെപ്പോഴും ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കാറാണ് കേട്ടോ. ആവശ്യത്തിന് എടുക്കും. പക്ഷെ ഒരുപാട് ഉണ്ടാക്കൊന്നുമില്ല, ഒരു മാസത്തിനൊന്നും ഉണ്ടാക്കി വെക്കൂല കേട്ടോ. കുറച്ച് ദിവസം യൂസ് ചെയ്യേണ്ട മാത്രമേ, ഒരാഴ്ച പോലും യൂസ് ചെയ്യേണ്ട രീതിയിൽ ഉണ്ടാക്കി വെക്കാറില്ല. കുറച്ച് ഉണ്ടാക്കും, അതങ്ങ് കഴിയുമ്പോൾ അടുത്തത്, അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ ചായ ആയി, ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി പോയി ചായ എല്ലാം കുടിക്കണം. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഈ പറഞ്ഞ പോലെ ചായ വെക്കണത് എന്ന് പറഞ്ഞില്ലേ എന്നോട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചായ വെക്കണത് കാണിക്കണം, കാരണം എൻ്റെ വ്ളോഗിൽ ഹൈലൈറ്റ് ചെയ്യാതാണെന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ കുട്ടികൾക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. രാവിലെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ കുട്ടികൾ പോകുമ്പോഴത്തേക്കും ആവുമോ എന്ന് ഭയങ്കര കൺഫ്യൂഷനുള്ള കാര്യമാണ് കേട്ടോ എനിക്ക്. കാരണം അതുണ്ടാക്കി വീഡിയോ എടുത്ത് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് എപ്പോഴും ആവാറുണ്ട്. കറക്റ്റ് ടൈമിന് എനിക്ക് അവർക്ക് ആക്കി കൊടുക്കാൻ പറ്റാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സൊസൈറ്റിയിൽ കിട്ടുന്ന പാൽ ഒട്ടും കട്ടി ഉണ്ടാകാറില്ല. അതെന്താണെന്നാവില്ല, ഇവിടെ നല്ല കട്ടിയുള്ള പാലാണ് കിട്ടുക. അതേപോലെ നല്ല ക്രീമൊക്കെ കിട്ടും നമുക്ക്. അതുകൊണ്ട് ബട്ടറും നെയ്യൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാം, ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്ന്. അപ്പോൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിലിടുക. ഒരു 10 മിനിറ്റെങ്കിലും കുതിരട്ടെ കേട്ടോ. പിന്നെ ആ സമയം കൊണ്ട് ഇതാ നമ്മൾ സ്റ്റൗവൊക്കെ ഒന്ന് ഓണാക്കി നമ്മുടെ സ്ഥിരം പാറ്റേൺ തന്നെ 1 പോട്ട് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, 1 പോട്ട് റൈസ് എന്ന് പറയാം കേട്ടോ. വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഞാൻ കുറവാട്ടോ ഇട്ട് കൊടുക്കുന്നത്. 1 കിലോയ്ക്ക് 2 വലിയ തക്കാളി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇത് പെട്ടെന്നൊന്നായി വരട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. കാരണം തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെ അത്രയും സമയം നമുക്ക് ലാഭം കിട്ടുമല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ അരി അളന്ന പാത്രത്തിൽ 1.25 പാത്രം വെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് വീണ്ടും എടുക്കുന്നുണ്ട്. വീണ്ടും ഞാൻ അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെന്താണ്, ഞാനും അങ്ങനെയാണ്. മോർണിംഗ് കുക്കിംഗ് കഴിഞ്ഞാൽ കിച്ചൺ ക്ലീൻ ആക്കിയിട്ടേ പിന്നെ ലഞ്ച് ഉണ്ടാക്കുള്ളൂ. എന്നാലേ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ വട്ടായി പോകും അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാം ഒന്നും വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ സോസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. മാഗി ക്യൂബ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. പിന്നെ 1 കപ്പ് തൈരും പകുതി നാരങ്ങയുടെ നീരും അതിൽ തന്നെ ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ എഗ്ഗ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. വരഞ്ഞ എഗ്ഗാണ്. അപ്പോൾ വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് 2 മിനിറ്റ് എഗ്ഗിലോട്ടൊക്കെ ഒന്ന് മസാല പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോഴാണ് ഉപ്പിടാൻ മറന്നല്ലോ എന്ന് പെട്ടെന്ന് ആലോചിച്ചത്. ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അരി ഇടുന്നതിന് മുമ്പ് ഇതിന്ന് എഗ്ഗൊക്കെ കംപ്ലീറ്റ് മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ ഒരുമാതിരി എഗ്ഗ് പൊട്ടിയാലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യണേ. റൈസ് ഇട്ടാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു തിളച്ച വെള്ളം മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ തിളച്ചാണല്ലോ ഓൾറെഡി, അതിലോട്ട് തന്നെ അരി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വയ്ക്കുന്നുണ്ട്.
ഇനി നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സമയമാകുമോ അവർക്ക് കഴിക്കാനാകുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു നാഴിയോ അല്ലെങ്കിൽ 2 നാഴിയൊക്കെ വെക്കാറ്. 1 kg ഒന്നും അങ്ങനെ രാവിലെ വെക്കാറില്ല കേട്ടോ. ഇപ്രാവശ്യം അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് നമ്മളിതുപോലെ ഇളക്കിയെടുക്കുക. നോക്കുമ്പോൾ 8:15 ആ ഒരു ടൈമായിട്ടോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് സാലഡ് ഉണ്ടാക്കിയെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വേഗം അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇളക്കിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. രണ്ടും കൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോവുകയാണ്. പിന്നെ രാവിലെ ഇതുണ്ടാക്കി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവരിത് കഴിക്കും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരുപാടൊന്നും കഴിക്കില്ല കേട്ടോ, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇന്ന് ഞാൻ ഹോർലിക്സൊക്കെ ഉണ്ടാക്കി കൊടുത്തതല്ലേ. അങ്ങനെ സാലഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഇച്ചിരി മല്ലിയില ഉപ്പൊക്കെ ഒന്ന് ചേർത്തി കൊടുത്ത് നമ്മൾ തൈര് വാങ്ങിച്ചതാണ് കേട്ടോ. അത് ഞാൻ ഒഴിക്കാൻ മറന്നുപോയി. ഒഴിക്കാന്ന് മീൻസ് തൈര് ഉണ്ടാക്കാൻ മറന്നുപോയി. നമ്മളൊരു ഓവർനൈറ്റ് മൊത്തം വെക്കണമല്ലോ. ഒഴിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പോൾ നന്നായിട്ട് ഇളക്കി അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. റൈസ് ഇത് അങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ 1 pot റൈസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ് അല്ലേ. നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും വേണ്ട. അപ്പോൾ അത് വേഗം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബിരിയാണിയുടെ അത്ര മസാലയും കാര്യങ്ങളൊന്നും ഞാൻ ചേർത്തിയിട്ടില്ല. പിന്നെ നെയ്യില്ല, ഓയിലില്ല, അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഇതാ എഗ്ഗ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഇച്ചിരി മല്ലിയില വെച്ച് ഇങ്ങനെ തൂവി കൊടുക്കുക. ഇതൊരു സ്മോക്കി ഫ്ലേവർ വരുത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ അടച്ച് വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്നും ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതാ എല്ലാം ടേബിളിൽ കൊണ്ടുവെക്കണം. അപ്പോൾ ഞാൻ ഈയിടെയായിട്ട് അവർക്ക് കഴിക്കാനുള്ളതും ലഞ്ച് ബോക്സ് ആക്കാനുള്ളതും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ടേബിളിലോട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതേപോലെ ഞാൻ ഉണ്ടാക്കിയ ഡിഷ് ഞാൻ തന്നെ മണത്ത് നോക്കിയിട്ട് ഹായ് എന്ന് പറയണം കേട്ടോ. പിന്നെ ഞാൻ 2 പ്രാവശ്യം നിലവിളിക്കുന്നത് കണ്ടിട്ട് നോക്കി ബാക്ക് അടിച്ചിട്ട് പച്ച മനസ്സിലാവണ്ടേ പാമ്പാണല്ലേ എന്ന്. ആ പച്ചില കൊത്തിന്ന് അങ്ങനെ എന്തോ അല്ലേ അതിന് പറയുക. പാലൊഴിച്ച ഉടനെ പൊടി ഇടാമോ? ഞാൻ അങ്ങനെയാണ്, ഇവിടെ ഉമ്മയും അങ്ങനെയാണ്. ഉമ്മാൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ചായ വെക്കൽ പഠിച്ചത്. അതങ്ങനെ ഞാൻ തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പിന്നെ എന്നും ഫുൾ വീഡിയോ കാണും. താങ്ക് യു സോ മച്ച് മുത്തേ. താങ്ക് യു. കുറേ ആൾക്കാർ ബ്ലൂ ഹാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇനി ഈ വീഡിയോക്ക് നിങ്ങൾ റെഡ് ഹാർട്ട് തന്നെ ഇടുക. കാരണം എല്ലാവരുടെ കയ്യിലും റെഡാണ് ഇത്ര ഉള്ളത്. അപ്പോൾ റെഡ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഹാർട്ടും കമൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ലൈക്ക് എന്തായാലും ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാതെ ഇരിക്കരുത്. ജിനി എഴുത്തൊന്നും അല്ലേ വെയിറ്റ് അത്ര കൂടുതലൊന്നും ഇല്ലല്ലോ. അവിടെ മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്. അതേപോലെ ചെറുതായിട്ട് കേട്ടോ, ഭയങ്കര മഴയില്ല. പിന്നെ എനിക്ക് വെയിറ്റ് കൂടുതൽ തന്നെയാണോ. ഞാൻ എൻ്റെ ഹൈറ്റിന് 64 പാടുള്ളൂ. അതാക്കണമെങ്കിൽ നല്ല ഡയറ്റ് വേണം. എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഡയറ്റ് എടുക്കാൻ. എന്ത് ചെയ്യാൻ? രാത്രി ഫുഡ് കട്ട് ചെയ്യാൻ പറ്റും, അല്ലാണ്ട് എനിക്ക് ഡയറ്റായിട്ടൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഹെയർ സ്ട്രൈറ്റ് ചെയ്തിട്ട് ഹെയർ ഫാൾ ഉണ്ടായിരുന്നോ? ഹെയർ ഫാൾ ഈ എല്ലാവരും പറയണ പോലെ അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊന്ന് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കട്ട് ചെയ്തു. ഇപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ നെക്ക് വരെ ഉള്ളൂ. ഇങ്ങനെ ജസ്റ്റ് കെട്ടിയാൽ കുറച്ച് മുടിയുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പൊതുവേ ഷോർട്ട് ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഞാനും കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴാണ് നിങ്ങളെ വീഡിയോ കാണാറ്. ഞാൻ ദുബായിലാണ്, ബോറിംഗ് ഇല്ല. ഓക്കെ, ജോലി തീരും, വ്ലോഗും ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് മുത്തേ. എന്തായാലും നമ്മുടെ വ്ലോഗൊക്കെ ഫുള്ളിരുന്ന് കാണുന്നുണ്ടല്ലോ. പിന്നെ എഗ്ഗിൻ്റെ കാര്യം എന്താണ്, കടയിൽ നിന്ന് കൊണ്ട് വന്ന ഉടനെ കഴുകണം എന്ന് പറയുന്നുണ്ട്. ഞാൻ കുക്ക് ചെയ്യേണ്ട സമയത്താണ് ഞാൻ കഴുകിയിരുന്നു. എത്രയെന്നറിയോ, ഒരു 2-3 ബോക്സൊക്കെ മേടിക്കുമ്പോൾ 60-70 എണ്ണമൊക്കെ ഒരുമിച്ച് മേടിക്കുമ്പോൾ ഞാൻ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകുമായിരുന്നു. ഇപ്പോൾ പക്ഷേ ഞാൻ 12-20 എണ്ണമൊക്കെ മേടിക്കുമ്പോഴത്തേന് 2 ദിവസം കൊണ്ട് എഗ്ഗ് തീരും. ഓക്കെ, ബൈ.
ബൈ. ഓക്കെ. അങ്ങനെ പിള്ളേർ പോയി. ഞാൻ നേരെ മെഷീനിൽ പോയിട്ട് തുണികളൊക്കെ ഇട്ടിട്ട് വാഷിങ്ങിന് ഇട്ടു കേട്ടോ. അതേപോലെ ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് എഗ്ഗ് തീരുമ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ കഴുകി വൃത്തികെട്ട എഗ്ഗൊന്നല്ല കിട്ടണത്. കഴുകി വെക്കണമെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാത്തത് കേട്ടോ. പിന്നെ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തന്നെ ഫ്രണ്ട് ഏരിയ ഒന്ന് അടിച്ചു വാരി എടുക്കാമെന്ന് വിചാരിച്ചു. അടിച്ചു വാരിയിട്ട് ഒരു കാര്യമില്ല. കാരണം അടിച്ചു വാരിയ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇലകൾ പിന്നെയും ഫുള്ള് വീണിട്ടുണ്ടാവും കേട്ടോ. ആ മരമാണെങ്കിൽ 2-3 കൊമ്പ് താഴെ വീഴും. അത് കേട് വന്നു, പോടായിട്ടുണ്ട് ഫുള്ള്. അപ്പോൾ നമുക്കതൊന്ന് ശരിയാക്കണം പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ആൾക്കാരാണെങ്കിൽ വരണമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞാനൊന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അടിച്ചു വാരി അങ്ങോട്ട് കൂട്ടി ഇടുന്നേ ഉള്ളൂ. ഞാൻ കോരിയൊന്നും എടുക്കുന്നില്ല. കാരണം അവിടെ ഇട്ട് കത്തിക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ചേച്ചിമാരൊക്കെ വരുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഞാൻ എന്തായാലും അവർ 1 വീക്കിൻ്റെ ഉള്ളിൽ വിളിക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ചെയ്തിട്ട് എന്തിനാണ് വെറുതെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കൊരു മടിയൊക്കെ വരാറുണ്ട് കേട്ടോ. പിന്നെ വേഗം പോയി ഞാൻ വെള്ളം വെച്ചു. ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. കറി വെക്കാനോട്ട് സമയവും കുറവ്. അപ്പം ഞാൻ തേങ്ങാപ്പാൽ എടുക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പക്ഷേ ഇപ്രാവശ്യം ഇടിയപ്പം പീച്ചിയപ്പോഴത്തേക്കും എനിക്ക് പീച്ചാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഓൾറെഡി ടെന്നീസ് എൽബോ ഉള്ളതുകൊണ്ടേ പെട്ടെന്ന് കൈ ഭയങ്കരമായിട്ട് വേദനിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ പാല് പിഴിയാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഞാൻ തേങ്ങ ഇട്ടിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അയാനെ പോലെ തന്നെ ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ട്. അതേപോലെ ബ്രിഞ്ചാൾ റെസിപ്പി സൂപ്പറാണ്. പാമ്പിനെ എനിക്കും പേടിയാണ്. എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും പേടിയാവില്ലേ. എന്നാലും രാത്രി ഒക്കെ ഉറങ്ങുമ്പോൾ ഞാൻ എവിടെ നോക്കുമ്പോഴേ എനിക്ക് അത് നിൽക്കണ പോലെ തോന്നുന്നു. അതാണ് അവസ്ഥ ഉണ്ടായിരുന്നത്. പിന്നെ ഉമ്മ പറഞ്ഞു യാസീനൊക്കെ ഓതിയാൽ മതി ശരിയാവും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം പോയിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. നമ്മുടെ ഇഡലി തട്ടിലാണ് ഉണ്ടാക്കണേ. എണ്ണയൊക്കെ തേച്ച് ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഒരുപാട് പേര് ഗ്രീനും റെഡും ഹാർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കാണാനൊക്കെ ഇഷ്ടം ജിനി ടീ മേക്കിംഗ്. താങ്ക് യു സോ മച്ച് മുത്തേ. പഠിച്ചോൻ കാക്കുന്നതിന് അൽഹംദുലില്ലാ എന്ന് പറയുക. അൽഹംദുലില്ലാ. എന്നും ചായ ഉണ്ടാക്കലും ഒഴിക്കലും കുടിക്കലും എല്ലാവരുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ആ പുല്ല് പറിച്ച് കളയൂന്ന് പറയുന്നുണ്ട്. ഏത് പുല്ല്? ഫ്രണ്ടിത്തെയാണോ? അത് നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യമാണ്. എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ വേഗം വേഗം ചെയ്ത് തീർക്കൂട്ടോ. പിന്നെ ഹായ് ജിനി എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പുല്ല് വലിക്കലൊക്കെ പണ്ടൊക്കെ വലിച്ചിരുന്നു. പിന്നെ ആ പുല്ല് കൈ കൊണ്ട് വലിച്ചാലൊന്നും കിട്ടൂല. അതിനൊക്കെ മറ്റേ കൈക്കോട്ട് തന്നെ വേണം കേട്ടോ. അല്ലാണ്ട് കൈ കൊണ്ട് വലിച്ചാൽ കിട്ടൂല. കൈക്കോട്ടിൻ്റെ പരിപാടി നമുക്ക് അറിയൂല. അപ്പം ഞാൻ അമ്മാതിരി പരിപാടിക്കൊന്നും ഞാൻ നിൽക്കാറില്ല, ഉള്ളത് പറയാലോ. എനിക്ക് അങ്ങനത്തെ പരിപാടികൾ ചെയ്യാൻ താല്പര്യമില്ല, ചെയ്യാറുമില്ല കേട്ടോ. താല്പര്യമില്ല എന്ന് തന്നെ പറയാം. എനിക്ക് മണ്ണും ഇരുമ്പും കൂടെ കൂട്ടി ഉരക്കുന്നൊരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് കേൾക്കുമ്പോൾ എൻ്റെ മേലൊക്കെ ആകെ കോരി തരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരവസ്ഥ. ഈ സിമെൻറ്റ് തേക്കുമ്പോഴൊന്നും ഞാൻ അവിടെ നിൽക്കില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. ഇക്ക അങ്ങനെ വീട് ശരിയാക്കുമ്പോൾ ഗാർഡൻ വെക്കണം, അത് വെക്കണം, ഇത് വെക്കണം എന്നൊക്കെ പറയും. ഞാൻ വലിയ വലിയ മരങ്ങൾ വെച്ചാൽ മതി പറയും. കാരണം മരങ്ങളാവുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ പരിപാടികൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ചെടികളാവുമ്പോൾ അതിനെ നോക്കണം. എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് ഗാർഡനിങ്. കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കത് ചെയ്യാൻ പണ്ട് ചെറുതായിരിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് തറവാടിൻ്റെ ബാക്കിൽ ഉണ്ടാക്കിയിരുന്നൊരു ഗാർഡൻ കേട്ടോ. അതിലൊക്കെ ഞാൻ നോക്കുമായിരുന്നു. പുല്ലൊക്കെ വലിച്ച് സൂപ്പറാക്കി നോക്കുമായിരുന്നു. പിന്നെ എന്ന് മുതലാണ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നതെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഞാനും അങ്ങനെയാണ് പാത്രം കൂട്ടിയിടുന്നത് എനിക്കിഷ്ടമല്ല. ഏകദേശം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ജിനി സൂക്ഷിക്കണേ, മഴക്കാലമാണ്, ഇഴജന്തുക്കൾ ഒരുപാടുണ്ട്. ഞാൻ തൊടിയിലോട്ട് അങ്ങനെ ഇറങ്ങാറേ ഇല്ല മഴ സമയത്ത്. അടിച്ചു വരാറുമില്ല കേട്ടോ. ഞാൻ ഫ്രണ്ടിലും ബാക്കിലും മാത്രമേ അടിച്ചു വരാറുള്ളൂ. പിന്നെ പൊതുവേ ഈ ഫ്രണ്ടും ബാക്കും അടിച്ചു വരുമ്പോൾ തന്നെ ഒരു വീട്ടിലെ മുറ്റം തന്നെ ആവും. നമ്മുടെ കോമ്പൗണ്ടും ഫുൾ അടിച്ചു വരാൻ നിന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂർ സമയം എന്തായാലും വേണം. ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് ഞാൻ ഫുൾ അടിച്ചു വരാറില്ല. ടെന്നീസ് എൽബോ വന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ആയത്. ഇല്ലെങ്കിൽ പിന്നെ മഴയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡ് ഒരു ദിവസം, പിന്നെ മറ്റേ സൈഡ് ഒരു ദിവസം, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ഈ ചായയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പേർക്ക് പാമ്പിനെ പേടിയാണ്. പാമ്പിനെ ഇപ്പോഴും ഇൻസ്റ്റയിലൊക്കെ ഓരോ വീഡിയോസ് കാണാം. ചെറിയ കുട്ടികളൊക്കെ പാമ്പിനെ ഇങ്ങനെ എടുത്തിട്ട് പഠിച്ചോനെ കാണുമ്പോൾ തന്നെ ഒരു ഇതാണ്. പിന്നെ സുഖമായിരിക്കുന്നോ, ഭയങ്കര മഴയാ എന്നൊക്കെ പറയുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നുണ്ട്.
പിന്നെ കുറേ പേര് പച്ച ഹാർട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ FB കേട്ടോ. ഇരിക്കട്ടെ ഒരു കുതിരപ്പാവ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരുപാട് പേര് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മഴ സമയത്ത് പുറത്തിറങ്ങുമ്പോഴും ഓരോന്ന് ഇതാക്കുമ്പോഴൊക്കെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ഹാർട്ട് കാണുന്നില്ല, ഓക്കെ, അതുകൊണ്ടാണ് റെഡ് ഇട്ടെന്ന്. കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഹാർട്ട് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി റെഡ് ഹാർട്ട് ഇടുക കേട്ടോ എല്ലാവരും ഈ ഒരു വീഡിയോയിൽ. പിന്നെ സൂപ്പർ വീഡിയോ ഈ റെസിപ്പി കൊള്ളാമല്ലോ. ഞാനും ഇതേപോലെ ആണ് രാവിലെ കുക്കിംഗ് കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഉച്ചയ്ക്കുള്ളത് ചെയ്യുള്ളൂ. അത് പച്ചിലപ്പാമ്പല്ലേ, അതിനിവിടെ അങ്ങനെയാണ് പറയുന്നത്. അതെ, പച്ചില കൊത്തിന്ന് അങ്ങനെ എന്തോ അല്ലേ അതിന് പറയുക. എൻ്റെ താത്ത അത് കണ്ടിട്ട് ഇതൊക്കെ പണ്ട് നമ്മുടെ തറവാട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം കൊണ്ട് എന്നോട് ചാറ്റ് ചെയ്യണു കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ടായിരുന്നോ ഇല്ലേ, എനിക്ക് അതിനെ കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു. ഞാൻ പിടിക്കാൻ പോയതാണ് എനിക്ക് ആകെ ഒരു ടെൻഷനായത്. അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇൻസ്റ്റയിൽ, ഹായ് ഇതിനെ കണ്ടിട്ട് കുറേ കാലമായല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ശരി, ഇവിടെ വന്ന് കണ്ടിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. അതിന് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഉമ്മയെ ഇപ്പോൾ കാണാറില്ലല്ലോ. ഉമ്മ ഉണ്ടല്ലോ, ഉമ്മ ശരിക്കും നോക്കിയാൽ മതി കേട്ടോ. കുറേ ആയി ജിനിയെ കണ്ടിട്ട്, അതെന്താ എൻ്റെ വീഡിയോസ് കാണാറില്ലേ? ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ജിനിയെ വീഡിയോ നന്നായിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. പാലക്കാട് മഴ ഭയങ്കരമായിട്ടില്ല, എന്നാലും ഉണ്ട്, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കത്തെ കാര്യങ്ങളൊന്നും ഞാൻ അധികം കാണിച്ചില്ല കേട്ടോ. കാരണം രാവിലെ ഞാൻ ആ റൈസ് ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഇന്ന് വേണ്ട, മീൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ മീനും കുറച്ച് മീൻ മാത്രം വറുക്കാനെടുത്തിട്ട് ബാക്കിയെല്ലാം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ കൊണ്ടുവച്ചു. നാളെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നാളെ മീൻ കറി മീൻ വറുത്തതൊക്കെ ആക്കിയിട്ട് അങ്ങനെ ലഞ്ചാക്കാൻ വിചാരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മത്തിയുണ്ട്, മത്തിയൊക്കെ നന്നാക്കിയിട്ട് കിട്ടും, ഉള്ളിൽ മാത്രം നമുക്കൊന്ന് ക്ലീൻ ആക്കിയാൽ മതി. ഈ പന്നൽ എന്നാണോ നിങ്ങൾ എന്താ പറയുക പറയാട്ടോ. ഇവിടെ ഞാൻ പന്നി എന്നാ പറയുക. പന്നിയൊന്നും ഞാൻ എടുത്തില്ല, ഞാൻ പൂച്ചക്ക് കൊടുത്തു കേട്ടോ. പൂച്ച അങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പന്നിയൊക്കെ എടുത്ത് പൂച്ചക്ക് കൊടുത്തു. കുറച്ച് മീനിനൊന്ന് നമ്മുടെ സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ വിനീഗർ, വെളിച്ചെണ്ണ, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാല കൂട്ടിയിട്ട് അവിടെ വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പൂച്ചയ്ക്ക് നല്ല കറുമുറ പൊരിച്ചെടുക്കണം. എനിക്ക് മത്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കണതാട്ടോ ഇഷ്ടം. ഇടയ്ക്ക് കറണ്ട് പോയപ്പോഴാണ് വീഡിയോയിൽ ലൈറ്റ് ഇല്ലാത്തത്. അപ്പോൾ ഞാനിതാ മസാലയ്ക്കൊന്ന് കൂട്ടി മത്തിനെ അവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചിക്കൻ്റെ റെസിപ്പിയും കൂടി ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് വീഡിയോ കാണണം. ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പം സമാധാനം നിങ്ങളുടെ സമാധാനം എന്താണ്? ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് സമാധാനങ്ങളാണല്ലോ, അതെന്താണെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഒരുപാട് പേര് ഒരുപാട് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ FBയിലും ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലും ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഞാൻ കണ്ടത്, കടമില്ലാണ്ട് ഹസ്ബൻഡും കുട്ടികളായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണം, മൈ ഡ്രീം, വെരി ഗുഡ്, നടക്കട്ടെ കേട്ടോ. പിന്നെ എൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ മോർണിംഗ് തൊട്ട് തുടങ്ങുന്ന എൻ്റെ വീട്ടുജോലികൾ എല്ലാം എൻ്റെ ഇഷ്ടത്തിന് തീരുന്നതും ഇക്കയുടെയും മക്കളുടെയും കാര്യങ്ങളൊക്കെ ഡേ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞാൽ സമാധാനം കിട്ടും. വേറെ അസുഖങ്ങൾ ഒന്നുമില്ലാതെ ഓരോ ദിവസവും റബ്ബ് തരുന്ന അനുഗ്രഹങ്ങളും അൽഹംദുലില്ലാ, അതാണ് എൻ്റെ സമാധാനം. വളരെ നല്ലൊരു കാര്യം കേട്ടോ അത്. നമ്മുടെ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ അത് വലിയൊരു ബർക്കത്ത് തന്നെയാണ് കേട്ടോ. കടയില്ലാതെ ജീവിക്കണം, ഭയങ്കര നല്ലൊരു ഇതാണ്. തലൻ്റെ മുകളിൽ കട ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ ജീവിതം തന്നെയാണ് സമാധാനം. എൻ്റെ ജീവിതമാണോ എന്താ ഉദ്ദേശിച്ചത്? പിന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം കംപ്ലീറ്റ്ലി, എന്നാൽ സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാവും. കറക്റ്റാണ്. ഫിനാൻഷ്യലി ആരുടെയും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞാലും അതും സമാധാനത്തിൻ്റെ മറ്റൊരു വേർഷൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറേ പേരുണ്ട്. നമ്മുടെ ഈ ഒരു വ്ളോഗിൽ അത് വായിച്ചാൽ തീരൂല. ഞാൻ എന്തായാലും നെക്സ്റ്റ് വ്ളോഗിൽ വായിക്കാം. വിനീഗർ മുട്ട പുഴുങ്ങുമ്പോൾ പെട്ടെന്ന് തൊലി അടർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യണത് കേട്ടോ, വിനീഗർ ഉപ്പും. അപ്പോൾ ഈ വ്ളോഗ് ഫുള്ളായിട്ട് കണ്ടവർ റെഡ് ഹാർട്ട് ഇടുക. അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റ ആണെങ്കിലും FB ആണെങ്കിലും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള വ്ളോഗിൻ്റെ ആ ഒരു എല്ലാം അതിലുണ്ടാവുക കേട്ടോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഇതെല്ലാം നമുക്ക് ഭയങ്കര വാല്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.